കലൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. അതിനിടയിലാണ് ആ വലിയ വിവാദം ഉണ്ടായത്. കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ആ വിവാദം. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ അവിടെ സമാന്തര റോഡ് ഷോ നടത്തുന്നു, സമാന്തര ഉദ്ഘാടനം നടക്കുന്നു. അങ്ങനെ ഇത് ഒരു പക്ഷേ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ വികസന പദ്ധതി പ്രഖ്യാപനം എന്ന നിലയ്ക്കൊക്കെ രാഷ്ട്രീയാതീതമായി ധന്യമായി തീരേണ്ട ഒരു പരിപാടി വലിയ വിവാദത്തിലേക്കാണ് രാവിലെ മുതൽ. അത് അപ്രതീക്ഷിതമുണ്ടായ വിവാദം, പെട്ടെന്നുണ്ടായ പൊടുന്നനെ പൊട്ടിപ്പുറപ്പെട്ട ഒരു വിവാദമാണ്. ആ വിവാദത്തിന്റെ നിഴലിൽ കൂടി നിൽക്കുന്നു ആ പരിപാടി എന്ന കാര്യത്തിൽ തർക്കമില്ല. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇപ്പോൾ അവിടെ പെരിങ്ങളത്ത് റോഡ് ഷോ നടത്തുകയാണ്. റോഡ് ഷോ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ പരിപാടി ഇവിടെയും പുരോഗമിക്കുന്നു. റിനു ശ്രീധർ വിവരങ്ങൾ വെച്ചിരുന്നു. റിനു, ഷാർപ്പ് 1:30 തന്നെ ആ പരിപാടി തുടങ്ങുകയല്ലേ? തീർച്ചയായും അല്പസമയത്തിന് മുമ്പാണ് മറൈൻ ഡ്രൈവിൽ നിന്ന് പ്രധാനമന്ത്രി കലൂരിലെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. കലൂരിൽ 2 വേദികളാണ് പ്രധാനമായും ഈ കേന്ദ്ര സർക്കാരിന്റെ 11,800 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അതാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ റോഡ് ഷോയാണ്. അദ്ദേഹം ഇവിടെ എത്തി ഏകദേശം 300 മീറ്ററോളം തുറന്ന വാഹനത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തതിനു ശേഷമായിരിക്കും ശരി. കലൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കലൂരിലേക്ക് പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവിടെയാണ് 11,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം തറക്കല്ലിടലൊക്കെ നിർവഹിക്കുന്നത്. ദേശീയപാതയുടെ ഉദ്ഘാടനം നടക്കുന്നു. ദേശീയപാത ഉദ്ഘാടനത്തിലാണ് ഏറ്റവും രാഷ്ട്രീയവാദം സംഭവിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിലാണ് ആ രാഷ്ട്രീയ വിവാദം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാഷ്ട്രീയ വിവാദത്തെ അതിനെ ചെറുക്കാൻ തീരുമാനിക്കുന്നു സർക്കാർ. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മന്ത്രി കെ കൃഷ്ണൻകുട്ടി, എം പി രാജേഷ് അടക്കമുള്ളവർ സർക്കാരിന്റെ ആരും ഈ പരിപാടികളൊന്നും പങ്കെടുക്കുന്നില്ല. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ റോഡ് ഷോ പെരിങ്ങളത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അവിടെ കാസർഗോഡ് സി എച്ച് കുഞ്ഞമ്പ് ഉദ്ഘാടനം ചെയ്ത ഒരു ഉദ്ഘാടന പരിപാടി കൂടി കണ്ടു. ഒരു ബദൽ ഉദ്ഘാടന പരിപാടി അല്ലെങ്കിൽ ഒരു ബദൽ റോഡ് ഷോ എന്ന നിലയ്ക്ക് തന്നെ അതിനെ കാണുന്നു. അതിനെ രാഷ്ട്രീയമായി തന്നെ കാണുന്നു CPM സർക്കാർ. അത് പ്രധാന കാരണമായി പറയുന്നത് ദേശീയപാതയുടെ 2 റീച്ചുകൾ ഉദ്ഘാടനമാണ്. അതിൽ പൊതുമരാമത്ത് മന്ത്രി ഒരു നിർണായക ഘടകമായിരുന്നു ദേശീയപാത നിർമ്മാണത്തിൽ. പൊതുമരാമത്ത് മന്ത്രിയെ ഒഴിവാക്കിയതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് സർക്കാരിന്റെയും CPM-ന്റെയും ആരോപണം. അതിനെ തുടർന്നാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ റോഡ് ഷോ. കഴിഞ്ഞ കുറേയധികം സമയമായി റോഡ് ഷോ തുടങ്ങിയതാണ്. ആ ഇന്ത്യ റീച്ചിൽ ആ റോഡ് ഷോ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 11,800 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാണ് ഒരുപക്ഷെ ആ പരിപാടിയിൽ എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രതികരണം പ്രധാനമന്ത്രി നടത്താനിടയില്ല. പോയ കാലങ്ങളിലൊക്കെ ഇവിടെ വരുമ്പോൾ സർക്കാർ പരിപാടികളിൽ അങ്ങനെ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറയാറില്ല. അത് കഴിഞ്ഞ് പക്ഷേ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ വളപ്പിൽ അവിടെ NDA പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോകുന്നുണ്ട്. അതിൽ ഉറപ്പായും ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ, LDF-നെയും UDF-നെയും കടന്നാക്രമിക്കുന്ന ചില രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ചിലപ്പോൾ LDF-നെ ആകും കൂടുതൽ കടന്നാക്രമിക്കുക, അല്ലെങ്കിൽ UDF-നെ ആകും കൂടുതൽ കടന്നാക്രമിക്കുക. അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറുണ്ട് പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ വിമർശനങ്ങളിൽ. ഇക്കുറി ഏത് ഭാഗത്തേക്കാണ് കൂടുതൽ വിമർശനം എന്നത് ആകാംക്ഷയാണ്. കാര്യം തെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരുന്നു എന്നത് മാത്രമല്ല, അത് NDA-യുടെ ഇലക്ഷൻ പ്രചരണത്തിന്റെ തുടക്കം കുറിക്കുന്ന യോഗവുമാകും. അതിൽ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ 11,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ പരിപാടിയിലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പി എ മുഹമ്മദ് റിയാസ് ചോദിച്ചത്, കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയെ വെട്ടിക്കൊണ്ടു വേണോ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ ഉൾപ്പെടുത്താൻ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായത്. കലൂരിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കലൂരിൽ അല്പസമയത്തിനകം പരിപാടി തുടങ്ങാൻ പോകുന്നു. റിനു ശ്രീധർ ചേരുന്നുണ്ട്. റിനു, ഇപ്പോൾ 1:28 ആവുന്നു. പ്രധാനമന്ത്രിക്ക് 3 മണിക്ക് മടങ്ങണം. അതിനിടയിൽ ഒരു പരിപാടി കൂടി ഉണ്ട്. അതുകൊണ്ട് കൃത്യസമയം അല്ലേ? കൃത്യസമയത്ത് തന്നെയാണ് എത്തിയത്. 1:15-നും 1:30-ക്കും ഇടയിൽ ഈ കലൂരിലേക്ക് പ്രധാനമന്ത്രി എത്തുമെന്നുള്ള അറിയിപ്പാണ് ഔദ്യോഗികമായി നൽകിയിരുന്നത്. ആ കൃത്യസമയം പാലിച്ചു എന്ന് വേണം കരുതാൻ. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11,800 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. റോഡ് ഷോ മാർഗം 300 മീറ്ററോളം കടന്ന് ഈ വേദിയിലേക്ക് എത്തും. അതിനുശേഷമായിരിക്കും NDA-യുടെ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുക. എന്തായാലും രാഷ്ട്രീയപരമായി ഒട്ടേറെ പ്രത്യേകതകൾ ഈ വരവിലുണ്ട് എന്നുള്ളതിൽ നമുക്ക് അറിയാം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഇപ്പോൾ 2026 ഇത് 2ാം തവണ എത്തുന്നത്. നമുക്കറിയാം, ആദ്യ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം ആ വിജയാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തി നഗരസഭ ഉൾപ്പെടെ പിടിച്ചടക്കിയതിന് ശേഷം ഇപ്പോൾ ഇതാ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നു. 2020-യുടെ NDA-യിലേക്കുള്ള വരവ് കൊച്ചിയിലാണ്. നമുക്കറിയാം വലിയ വേരോട്ടമുള്ളത് 2020-ക്ക്. അതുകൊണ്ട് തന്നെ അവരും സജീവ സാന്നിധ്യമാണ് ഇവിടെ. 1000-കണക്കിന് 10,000-കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി
വേണ്ടി എത്തിയത്. നമുക്കറിയാം ഇന്ന് രാവിലെ മുതൽ ഉടലെടുത്ത വിവാദങ്ങളൊക്കെ തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചില്ല എന്നതടക്കമുള്ള ഒരു രാഷ്ട്രീയ ആരോപണം, അതിന് സമാന്തര രീതിയിലുള്ള ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ LDFന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ അത് NDAയുടെ വേദിയിൽ വെച്ചായിരിക്കുമോ അല്ലെങ്കിൽ ഈ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള വേദിയിലായിരിക്കുമോ എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച പ്രധാനപ്പെട്ട, അതായത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ ഉണ്ടാകുമെന്നുള്ള 5 പ്രഖ്യാപനങ്ങൾ നടത്തി പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്ത് പ്രഖ്യാപനമായിരിക്കും NDAയുടെ ഭാഗത്ത് നിന്ന്, നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ആൾക്കാർ ഉറ്റുനോക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നതും വിലയിരുത്തുന്നതും. എന്തായാലും ഈ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് ശേഷം അദ്ദേഹം തൊട്ടപ്പുറത്ത് ഇടതുവശത്തുള്ള NDAയുടെ വേദിയിലേക്ക് എത്തും. അവിടെ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഹാഷ്മി, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി മാത്രമാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. സാധാരണ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ലെറ്റർ ഉണ്ടാകും, ഇത്തരം ഒരു പരിപാടി നടക്കുന്നു, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരൊക്കെ പങ്കെടുക്കുമെന്നുള്ള ഒരു അറിയിപ്പൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. പക്ഷെ അത്തരമൊരു ചോദ്യം ഉണ്ടായില്ല. നിതിൻ ഗഡ്കരിയുടെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ ഈ മുഖ്യമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഓഫീസിലേക്ക് എത്തി, അത് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ മുഹമ്മദ് റിയാസിന്റെ പേരുൾപ്പെടെ നൽകുവാൻ വേണ്ടി കഴിയാത്തത് എന്നതടക്കമുള്ള വിശദീകരണമൊക്കെ തന്നെ വരുന്നു. പക്ഷെ അത് ഔദ്യോഗികമല്ല എന്നുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊച്ചിയിലേക്കുള്ള വരവ്. അതിന് പ്രഖ്യാപനങ്ങളിലൂടെ, ഏതൊക്കെ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, ആ പ്രഖ്യാപനങ്ങളിലൂടെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉറ്റുനോക്കുന്നത്. എന്തായാലും രാവിലെ എത്തി നിയമസഭയുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തു, അഭിസംബോധന ചെയ്തു സംസാരിച്ചു. അതിനുശേഷം കലൂരിലേക്ക് എത്തി. കലൂരിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് ജനങ്ങൾ, BJP പ്രവർത്തകർ തങ്ങളുടെ പ്രധാനമന്ത്രിയെ ഇവിടേക്ക് വരവേറ്റു കഴിഞ്ഞു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഈ 10,800 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. 3:15 അദ്ദേഹം മടങ്ങും. തമിഴ്നാട്ടിലേക്കാണ് മടങ്ങുക. നാളെ തമിഴ്നാട്ടിലെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.